നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭക്തമനസ്സുകൾക്ക് ആഹ്ലാദമേകി തേവർ സ്വർണ്ണക്കോലത്തിൽ തട്ടകത്തിലേക്ക് എഴുന്നള്ളി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം ബ്ലോക്ക് തല പ്രഖ്യാപനം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ സമരം നടത്തി. വാർത്തകൾ വിശദമായി. ഭക്തമനസ്സുകൾക്ക് ആഹ്ലാദമേകി തേവർ സ്വർണ്ണക്കോലത്തിൽ തട്ടകത്തിലേക്ക് എഴുന്നള്ളി. ആറാട്ടുപുഴ പൂരത്തിൻ്റെ നായകനായ തൃപ്പയാർ തേവരുടെ മകീരം പുറപ്പാട് വ്യാഴാഴ്ച നടന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഇരു കരകളിലെയും ഭക്തരെ കാണാൻ തേവർ ഗ്രാമപ്രദക്ഷിണം നടത്തും. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:10-നും 2-നും മധ്യയാണ് പുറപ്പാട് ചടങ്ങുകൾ നടന്നത്. ഊരായ്മക്കാർ കുളിച്ച് മണ്ഡപത്തിലെത്തി അനുമതി നൽകുന്നതോടെ തൃക്കോൽശാന്തി തേവരെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു. ബ്രാഹ്മണിപ്പാട്ടും മണ്ഡപത്തിൽ പറയും കഴിഞ്ഞ് തേവരെ സ്വർണ്ണക്കോലത്തിൽ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ദേവസ്വം ആന എറണാകുളം ശിവകുമാർ തേവരുടെ സ്വർണ്ണക്കോലമേറ്റുമ്പോൾ കതിനാവെടികൾ മുഴങ്ങി. 2 ആനകൾ കൂടി അകമ്പടിയായി. പടിഞ്ഞാറെ നടയിൽ ഭക്തരുടെ പറ സ്വീകരിച്ച ശേഷം 5 ആനകളോടെ തേവർ സേതുകുളം ആറാട്ടിനെ എഴുന്നള്ളി. ആറാട്ടിന് ശേഷം പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് തിരിച്ച് എഴുന്നള്ളുന്ന തേവർക്ക് ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷം ചുറ്റമ്പലത്തിനകത്തെ തീർത്ഥക്കിണറ്റിൻകരയിൽ ചെമ്പിലാണ് ആറാട്ട്. വെള്ളിയാഴ്ച രാവിലെ 7:30-ന് സ്വർണ്ണക്കോലത്തിൽ 3 ആനകളോടെ പഞ്ചാരി മേളത്തോടെ നടക്കൽ പൂരത്തിന് എഴുന്നള്ളുന്ന തേവർ പുത്തൻകുളത്തിൽ ആറാടി തിരിച്ചെഴുന്നള്ളും. വൈകിട്ട് 4-ഓടെ കാട്ടൂർ പൂരത്തിന് പുറപ്പെടുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇരു കരകളിലെയും ഗ്രാമപ്രദക്ഷിണം നടക്കും. ബുധനാഴ്ച തേവർ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ യാത്രയാകും. വൈകിട്ട് നിയമവെടിയും അത്താഴപൂജയും അത്താഴ ശീവേലിയും കഴിഞ്ഞ് പള്ളിയോടത്തിൽ സ്വർണ്ണക്കോലത്തിൽ പുഴ കടക്കും. മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 5 പഞ്ചായത്തുകളും മാലിന്യമുക്ത പഞ്ചായത്തുകളായി മാറി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് തല മാലിന്യമുക്ത പ്രഖ്യാപനം വ്യാഴാഴ്ച നടന്നു.
ഇതിനു മുന്നോടിയായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും പരിസരവും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ശുചീകരിച്ചു. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിന് സമീപമുള്ളതും താന്യം ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ളതുമായ മലിനമായി കിടന്നിരുന്ന കാന താന്യം പഞ്ചായത്തും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി തൊഴിലാളികളുടെയും ഉപകരണങ്ങളുടെയും സഹായത്തോടുകൂടി വൃത്തിയാക്കി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കുടുംബാരോഗ്യ കേന്ദ്രവും ബഡ്സ് സ്കൂളും മാതൃകാപരമായ രീതിയിൽ മാലിന്യമുക്തമാക്കി. ബ്ലോക്ക് കോമ്പൗണ്ടിൽ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ഹരിതവണ്ടി എന്ന പേരിൽ മിനി MCF സ്ഥാപിച്ചു. ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായി മുമ്പ് തുമ്പൂർമൊഴി മോഡൽ മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും പരിസരവും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് പ്രവർത്തിച്ചു വരുന്നു. ബ്ലോക്ക് കോമ്പൗണ്ടിലെ മലിനജലം ശുചീകരിക്കുന്നതിന് ഗ്രേ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളതാണ്. പത്രസമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KS ശശിധരൻ, സിന്ധു ശിവദാസ്, CK കൃഷ്ണകുമാർ, K രാമചന്ദ്രൻ, PK സീനത്ത് എന്നിവർ പങ്കെടുത്തു. ചരിത്രപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള തൃപ്പയാർ തേവരുടെ എഴുന്നള്ളിപ്പിനെ വരവേൽക്കാനൊരുങ്ങി മാങ്ങാട്ടുപാടം പരിസരം. ഏപ്രിൽ 9, 10 തീയതികളിലാണ് പൂരം വരവേൽപ്പ്. കഴിഞ്ഞ 46 വർഷമായി ആറാട്ടുപുഴ പൂരത്തിന് മുൻപായുള്ള തേവരുടെ പുറപ്പാടിന് മങ്ങാട്ടുപാടത്ത് സ്വീകരണം നൽകാറുണ്ട്. മങ്ങാട്ടുപാടം റോഡിൻ്റെ ഇരുവശങ്ങളിലായി ദീപങ്ങളാൽ അലങ്കരിച്ച് പൂരപ്പന്തലിൽ തേവർ എത്തുമ്പോൾ നെൽപ്പറയും പൂപ്പറയും ഒരുക്കി സ്വീകരിക്കും. പ്രസാദകഞ്ഞി വിതരണവും നടക്കും. ആറാട്ടുപുഴ പൂരം സ്വീകരണ കമ്മിറ്റി പ്രസിഡന്റ് TC മോഹനൻ, വൈസ് പ്രസിഡന്റ് മണിചന്ദ്രൻ, സെക്രട്ടറി KM ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി ലതാ ശിവാനന്ദൻ, ട്രഷറർ രാജു മൂത്തേരി, ജോയിന്റ് ട്രഷറർ പ്രീതി ഷാജി, രക്ഷാധികാരികളായ അജയൻ താഴത്തുവീട്ടിൽ, മോഹനൻ പൊഴക്കാലത്ത് എന്നിവർ നേതൃത്വം നൽകും. NREG വർക്കേഴ്സ് യൂണിയൻ താന്യം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ സമരവും സംഘടിപ്പിച്ചു. കൂലി കുടിശ്ശിക ഉടൻ നൽകുക, തൊഴിൽ ദിനം 200 ആക്കുക, വേതനം 600 രൂപയാക്കുക, തൊഴിൽ ദിനങ്ങൾ 10 കോടിയായി വർദ്ധിപ്പിക്കുക, അശാസ്ത്രീയമായ ജിയോ ഫെൻസിംഗ് നിർത്തലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ സമരം NREG ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR പ്രജിത്ത് ഉദ്ഘാടനം ചെയ്തു. MV മുകേഷ്, NA പീതാംബരൻ, OS അഷ്റഫ്, രതി സുരേന്ദ്രൻ, സതി ജയചന്ദ്രൻ, സിജോ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് ശ്രീകല, ഷീബ വേണു, ധന്യ പ്രമോദ്, താര സുബ്രഹ്മണ്യൻ, അമ്പിളി ശിവഗിരി, ശ്രീകല, കുമാരി എന്നിവർ നേതൃത്വം നൽകി. ഡിസംബർ മാസം വരെ തൊഴിലെടുത്ത ഏറെക്കുറെ ആളുകൾക്ക് കൂലി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ജനുവരി മുതൽ ഇങ്ങോട്ട് മാർച്ച് മാസം വരെ തൊഴിലെടുത്ത് 100 ദിവസം പൂർത്തീകരിച്ചവരുണ്ട്, അതിന് താഴെ വരെ ജോലി ചെയ്തവരുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ അവർ പണിയെടുത്ത കൂലി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 100 ദിവസം ജോലിയെടുത്ത ആളുകൾക്ക് പലർക്കും നമ്മുടെ സംസ്ഥാനത്ത് ആകെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ പല സ്ഥലത്തും 30 ദിവസം മുതൽ 50 ദിവസം വരെയുള്ള കൂലി ലഭിക്കാൻ ബാക്കിയുണ്ട്. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സമ്മർ വെക്കേഷൻ ഫുട്ബോൾ ക്യാമ്പ് ആരംഭിച്ചു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്ത് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വാടാനപ്പള്ളി പഞ്ചായത്ത് AKG മിനി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിന് PTA പ്രസിഡന്റ് ഷെബീർ അലി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക CB നിഷ, സീനിയർ അധ്യാപകരായ MG ഷിജു, PG മീന, PP റൈജു, TP പ്രിൻസ്, കായിക അധ്യാപകൻ മെറിൻ C ചിന്നൻ എന്നിവർ സംസാരിച്ചു. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ PV ദക്ഷിണാമൂർത്തി, സുധീരൻ, പ്രിവൻസിംഗ് ഓഫീസർ PK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പിന് സന്തോഷ് ട്രോഫി മുൻ ക്യാപ്റ്റൻ രാഹുൽ രാജ് നേതൃത്വം നൽകും. അസിസ്റ്റന്റ് കോച്ച് വിഷ്ണു, സ്കൂൾ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ശബരിനാഥുമാണ്. നിങ്ങളിവിടെ കളിക്കാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ അവർ കൂടുതൽ പേര്, ഇപ്പോൾ കൂടുതൽ അമ്മമാരാണ് ഇവിടെ കാണുന്നത്, ടീച്ചേഴ്സും ഉണ്ട്, അച്ഛന്മാരും ഉണ്ട്. അപ്പോൾ നിങ്ങളുടേതായ രീതിക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ്, പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ ഫുട്ബോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഫുട്ബോൾ, മറ്റ് കായികങ്ങൾ തിരിച്ചുവിടുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് അവർ നിങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. വലപ്പാട് GVHS സ്കൂളിൽ സമ്മർ ക്യാമ്പ് ആരംഭിച്ചു. കുട്ടികൾക്കിടയിലെ കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്പോർട്സാണ് ലഹരി എന്ന ക്യാമ്പിൻ്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ നിർവഹിച്ചു. സ്കൂൾ കായിക അധ്യാപിക ബിന്ദു, പ്രധാനാധ്യാപിക ഷീജ, PTA പ്രസിഡന്റ് ഷെഫീഖ്, വാർഡ് മെമ്പർമാരായ KB മണിലാൽ, അജയ് ഘോഷ്, വികസന സമിതി അംഗം ഹനീഷ് കുമാർ, മധു വിശ്വനാഥൻ, ബൊക്ക ക്ലബ് അംഗം മണി എന്നിവർ സംസാരിച്ചു.
റിട്ടയർ ചെയ്യുന്ന അറബിക് അധ്യാപിക മെഹ്റുനിസ കുട്ടികൾക്കായി കായികോപകരണങ്ങൾ സംഭാവന നൽകി. ബൊക്കോ ജൂനിയേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, PTA, MPTA അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ ക്യാമ്പിൽ നിന്ന് കിട്ടും. നിങ്ങളൊക്കെ സുഹൃത്തുക്കളായി മാറും. അതോടൊപ്പം തന്നെ നിങ്ങൾ വേറെ പുറത്ത് സബ് ജൂനിയർ, മിനിയ, കിഡ്സൊക്കെ കളിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് കുട്ടികളെ നിങ്ങൾക്ക് സുഹൃത്തുക്കളായി കിട്ടും. അപ്പോൾ ആ സുഹൃത്ത് ബന്ധമാണ് ഏറ്റവും വലിയ ബന്ധം. നമ്മൾ മറ്റ് ഇതൊന്നും നോക്കാതെ നിങ്ങൾ ഇവിടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, അധ്യാപകർ പറയുന്നത് ഒക്കെ കൃത്യമായിട്ട് കേൾക്കുക, കൃത്യമായിട്ട് അത് ചെയ്യാൻ നോക്കുക. നിങ്ങളിവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരമൊക്കെ പ്രാക്ടീസ് ചെയ്യുക. തൃപ്രയാർ തേവരുടെ മകീര്യം പുറപ്പാടിന്റെ ഭാഗമായി ക്ഷേത്ര ഉപദേശക സമിതി ഭക്തർക്ക് മോരുവെള്ളം വിതരണം ചെയ്തു. മകീരം പുറപ്പാടിനെത്തിയ ഭക്തർക്കാണ് കനത്ത വെയിലിൽ ആശ്വാസകരമായി മോരുവെള്ളം വിതരണം നടത്തിയത്. വാർഡ് മെമ്പർ CS മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട്, സെക്രട്ടറി V ശശിധരൻ, സമിതി മെമ്പർമാരായ കുട്ടൻ, പുഷ്കരൻ, പ്രകാശൻ, അജയൻ, രാജി, സൗമ്യ, രൂപേഷ്, ബിന്ധ്യ, ദാസൻ എന്നിവർ പങ്കെടുത്തു. പൂരം പുറപ്പാടിന് വിപുലമായ ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും മോരും വെള്ളം കൊടുക്കാറുണ്ട്. അതിൻ്റെ സമിതി അംഗങ്ങളെല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യത്തിലും ഈ അമ്പലത്തിൻ്റെ ഏത് കാര്യത്തിലും സമിതിയാണ് അതിൻ്റെ മുമ്പിൽ നിന്ന് മാനേജറെ കൂടെ നിന്ന് അമ്പലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. തൃപ്രയാർ ക്ഷേത്ര ദർശനത്തിനിടെ കുഴഞ്ഞു വീണ വയോധികനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പൊയ്യ സ്വദേശി കുന്നുമ്മേൽ വീട്ടിൽ നാരായണൻ മകൻ ഹരിഹരനാണ് കുഴഞ്ഞു വീണത്. തൃപ്രയാർ എക്സ് പ്രവർത്തകർ ഇദ്ദേഹത്തെ വലപ്പാട് ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷൻ ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കാര്യക്ഷമമായ പ്രതിരോധം തീർക്കുന്നതിൽ സംഭവിച്ച വീഴ്ച, ആശാ വർക്കർമാരുടെ സമരം, മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം, നികുതി വർധന എന്നിവയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 5 ശനിയാഴ്ച രാവിലെ 10 മണിക്കാണ് മാർച്ച്. വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ, ആഷിഖ് ജോസ്, വൈഭവ്, കിരൺ തോമസ് എന്നിവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അല്ല, ഇക്കൊല്ലം 10ാം ക്ലാസ്സിലല്ലേ? ബോർഡ് എക്സാം ഇങ്ങെടുത്തൂലോ. ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നും വേണ്ട. ഉന്നത വിജയത്തിന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയുള്ള പഠനമാണ് വേണ്ടത്. അതിന് നിങ്ങളെ സഹായിക്കാനാണ് വലപ്പാട് ITDCയുടെ CBSE വിദ്യാർത്ഥികൾക്കായിട്ടുള്ള 45 ദിവസത്തെ സമ്മർ വെക്കേഷൻ ക്രാഷ് കോഴ്സ്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ മുഴുവനായും ഈ 45 ദിവസം കൊണ്ട് പഠിക്കാം. മറ്റു വിഷയങ്ങൾ ഫസ്റ്റ് ടൈമിലേക്കുള്ളത്. കൂട്ടുകാരൊക്കെ പഠിച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്കെല്ലാം പഠിച്ചു തീർക്കാമെന്നേ. പിന്നെ എന്തിന് ടെൻഷൻ? പിന്നെ വെക്കേഷനൊക്കെ അല്ലേ? ഇവിടെ പഠനം മാത്രമല്ല, ദിവസവും ഒരല്പനേരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കോഴ്സിന് അവസാനം കൂട്ടുകാരുമൊത്ത് ഒരു അടിപൊളി ട്രിപ്പുമുണ്ട്. അപ്പോ വേഗം പോരെ, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് പൊളിക്കാം. ഉന്നത വിജയം ഡബിൾ ഗ്യാരണ്ടി. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള വെക്കേഷൻ ക്ലാസുകളുടെ അഡ്മിഷനും ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ +2 എക്സാമിന്റെ കിക്കിലാണോ? എന്നാൽ അതൊന്നുമല്ല മക്കളെ കാര്യം. നീറ്റ്, JEE, KEAM, CUT ഇതൊക്കെ എഴുതി നല്ല വല്ല കോളേജിൽ ചേർന്ന് ലൈഫ് സെറ്റ് ആക്കണോ? ബോർഡ് എക്സാം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നേക്ക്. ക്രാഷ് കോഴ്സിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ള അക്കാഡമി സ്പെഷ്യൽ ക്രാഷ് കോഴ്സിൽ ചേർന്ന് എൻട്രൻസ് വൈബ് 1 മാസം കൊണ്ട് സെറ്റ് ആക്കാം. നിങ്ങളുടെ ലേണിംഗ് സ്മൂത്ത് ആക്കാൻ പൊള്ളി സാറുമാരും ഡെയിലി എക്സാംസും 1-to-1 മെന്ററിംഗും അടങ്ങിയ ഒരു അഡാർ ഇൻഫ്ര ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ഇപ്പൊ തന്നെ വിളിച്ചേക്കൂ. അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ്, വാടാനപ്പള്ളി. EMI, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, ചെലവ് ചുരുക്കണം. ഇങ്ങനെ പോയാൽ ട്രൗസർ അടക്കം ഊരി പണയം വെക്കേണ്ട അവസ്ഥ കാണുന്നു. അതിന് നിങ്ങളുടെ ട്രൗസറൊക്കെ ആര് പണയത്തിനെടുക്കാനാ? അതെ, പണയം വെക്കേണ്ടത് ട്രൗസർ അല്ല, നമ്മുടെ അലമാരിയിൽ വെറുതെ ഇരിക്കുന്ന ഗോൾഡാ. കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ?
അതിന് പണയം വെക്കേണ്ടതേ വേണാട് ഫിനാൻസിലാണ്. മറ്റെവിടത്തേക്കാൾ കൂടുതൽ തുക അവർ ഗ്രാമിന് നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പണയം വയ്ക്കുകയും ചെയ്യാം, ആവശ്യം കഴിഞ്ഞ് തിരിച്ചെടുക്കുകയും ചെയ്യാം. വെറുതെ നിങ്ങളുടെ തലയ്ക്ക് ടെൻഷൻ കൊടുക്കും വേണ്ട. വിശ്വസ്തയോടെ കൂടെ കൂട്ടാവുന്ന ഉത്തമ സഹായി വേണാട് ഫിനാൻസ് ഗ്രൂപ്പ്. ഫോൺ 9061548777. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കയ്പമംഗലത്ത് അമ്മയെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂന്നുപീടിക ബീച്ച് സുജിത് സെന്ററിനടുത്ത് വളവത്ത് വീട്ടിൽ അജയനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രി 7:30യോടെയാണ് മദ്യപാനിയായ അജയൻ അമ്മ തങ്കയെ പണം നൽകാത്തതിലുള്ള വൈരാഗ്യത്തിൽ കുത്തി പരിക്കേൽപ്പിച്ചത്. കൈഞ്ഞരമ്പ് മുറിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റ തങ്ക കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ടി അഭിലാഷ്, മുഹമ്മദ് സിയാദ്, ASI PK നിഷി, സീനിയർ CPOമാരായ അൻവറുദ്ദീൻ, ജ്യോതിഷ്, മുഹമ്മദ് ഫാറൂഖ് എന്നിവർ ചേർന്നാണ് അജയനെ അറസ്റ്റ് ചെയ്തത്. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക BSNL ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ സമരം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. NREG വർക്കേഴ്സ് യൂണിയൻ നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി TV ശ്രീജിത്ത്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജുബി പ്രദീപ്, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ വിമല സോമൻ എന്നിവർ സംസാരിച്ചു. ദയനീയവും നീചവുമായിട്ടുള്ള ഒരു നടപടിക്ക് കേന്ദ്ര ഗവൺമെന്റ് മുതിർന്നിട്ടുണ്ട്. നിരന്തരമായിട്ടുള്ള സമരങ്ങൾ, പ്രക്ഷോഭങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് നടക്കുകയും തുടർന്ന് 2025-26 ബഡ്ജറ്റിൽ ആ വിഹിതം കൂട്ടും എന്ന് പറഞ്ഞിട്ട് അത് കൂട്ടാതിരിക്കുകയും കഴിഞ്ഞ വർഷത്തെ അതേ സംഖ്യ തന്നെ 36,000 കോടി രൂപ തന്നെയാണ് ഈ വർഷവും അതിൽ വെച്ചിട്ടുള്ളത്. അതിന്റെ പരിണിത ഫലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ 10 ലക്ഷം തൊഴിൽ ദിനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വട്ടപ്പരത്തി ശ്രീ ഷൺമുഖ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ഹരിലാൽ മുഖ്യ കാർമ്മികനായി. രാവിലെ ഗണപതി ഹോമം, പള്ളി ഉണർത്തൽ, കണി കാണിക്കൽ, ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കൽ, തുടർന്ന് കുംഭാഭിഷേകം, ശീവേലി, ബ്രഹ്മകലശാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, കാവടി അഭിഷേകം, ഉച്ചപൂജ എന്നിവയും നടന്നു. 4 ശാഖകളുടെയും നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് വർണ്ണശബളമായ കാവടിയും എത്തി. വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ, ശീവേലി എന്നിവയും നടന്നു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സിംഗ് വന്നേരി, ഷൈൻ മുറിയപുരയ്ക്കൽ, വേണു പാത്താട്ട്, ഉണ്ണി കളത്തിൽ, ശ്രീജിൻ കുന്തറ, സജീവൻ കൂക്കപ്പറമ്പിൽ, ജുബിൻ ദാസ് പനക്കൽ, പ്രമീള രാമചന്ദ്രൻ, താര മുകുന്ദൻ, നീന അനിൽകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വലപ്പാട് മന്ത്ര തറവാട് ധർമ്മദൈവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ മഹോത്സവം ആഘോഷിച്ചു. കുട്ടൻ തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മഹാഗണപതി ഹവനം, ഉഷപൂജ, നാഗപൂജ, കലശമടി പൂജ, പ്രസാദോട്ട്, ദീപാരാധന, അത്താഴപൂജ എന്നിവ നടന്നു. മേത്തല പ്രകാശനം സംഘവും മേളത്തിന് നേതൃത്വം നൽകി. അത്താഴപൂജയ്ക്ക് ശേഷം കളപച്ചിലമ്പ്, ചെമ്മാപ്പുള്ളി, ആദിശക്തി, വലപ്പാട് ബീച്ച് എന്നീ സംഘങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി.
പ്രസിഡന്റ് ദാസൻ, സെക്രട്ടറി ബാബു വലപ്പാട്, ഖജാൻജി ബാബു ചാവക്കാട്, ജോയിന്റ് സെക്രട്ടറി ഷാജി, വൈസ് പ്രസിഡന്റ് ജിപി ജയപ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. മണലൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDFിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി യാതൊരു ഇടപെടലും ഭരണസമിതി നടത്തുന്നില്ലെന്ന് LDF പഞ്ചായത്ത് അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ ഷേലി റാഫി, ഷാനി അനിൽകുമാർ, ബിന്ദു സതീഷ്, സിമി പ്രദീപ്, ധർമ്മൻ പറത്താട്ടിൽ എന്നിവർ സമരത്തിൽ പങ്കെടുത്തു. അനാഥരായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പോവാണ്. അത് പഞ്ചായത്ത് ഭരണസമിതി, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളുടെ അനാസ്ഥയായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അടുത്ത ദിവസം വെള്ളം, ഇപ്പോൾ ഇന്നത്തെ ദിവസം കൂടെ ഞങ്ങൾ കാക്കും, ഇന്നും കൂടെ വെള്ളം പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ എത്തിയിട്ടില്ല എങ്കിൽ വളരെ ശക്തമായുള്ള പ്രക്ഷോഭം നാളെ മുതൽ ഇവിടെ ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് BJP നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്പയാറിൽ പ്രകടനം നടത്തി. മണ്ഡലം ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന വിശദീകരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് റിനി മാണി അധ്യക്ഷത വഹിച്ചു. AK ചന്ദ്രശേഖരൻ ഭേദഗതി ബില്ലിനെ കുറിച്ച് വിശദീകരിച്ചു. നമുക്കറിയാം, ഈ ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു കരിനിയമം ഈ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഈ രാജ്യത്ത് വിഭജിക്കുന്ന തരത്തിൽ മതപരമായി ചില സംഘടനകളുടെ മതമൗലികവാദികളുടെ പിന്തുണ വോട്ടിന്റെ രൂപത്തിൽ ഇന്ന് പാർലമെന്റിൽ പറഞ്ഞതുപോലെ ATM, അവരുടെ വോട്ടിന്റെ ATM ആയി കൊണ്ട് ചില മതവിഭാഗങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ ചിന്തിക്കുക പോലും ചെയ്യാത്ത നിരവധി ഭരണഘടനാ ഭേദഗതികൾ ഈ കോൺഗ്രസിന്റെ അരനൂറ്റാണ്ടിലധികമുള്ള ഭരണത്തിൽ കേന്ദ്രത്തിൽ ഒളിച്ചു കടത്തിയിട്ടുണ്ടായിരുന്നു. ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ, രതീഷ് ലാൽ ഊണുങ്ങൽ എന്നിവർ സംസാരിച്ചു. രശ്മി ഷിജോ, നിഷ പ്രവീൺ, NS ഉണ്ണിമോൻ, KR മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാരമുക്ക് താമരപ്പള്ളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. KT മാധവൻ നമ്പൂതിരി പീതാംബരൻ ആരംഭത്തിന് നൽകിയാണ് പ്രകാശനം ചെയ്തത്. മെയ് 2 മുതൽ 9 വരെയാണ് ഉത്സവം. ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ ഉണ്ടായിരിക്കും. ക്ഷേത്ര ക്ഷേമസമിതി സെക്രട്ടറി KT ഉണ്ണികൃഷ്ണൻ, ട്രഷറർ ജാതവേദൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. താന്യം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ ഹൃദയത്തിലെന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്ത കണിവെള്ളരിയുടെ വിളവെടുപ്പ് നടത്തി. മുൻ അംഗനവാടി ടീച്ചർ NS ഉഷയുടെ കൃഷിയിടത്തിൽ നടന്ന വിളവെടുപ്പ് വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. നന്ദിനി വേണുഗോപാൽ, റീന പോളി, സുഷമ ശ്യാമൾദാസ്, ജിനി ജിജോ, സ്മിത ജോഷി എന്നിവർ കൃഷി ചെയ്ത് കണിവെള്ളരിയുടെ വിളവെടുപ്പാണ് നടത്തിയത്. ചൈതന്യ അംഗനവാടിയിലേക്ക് കണിവെള്ളരി നൽകി. അംഗനവാടി ടീച്ചർമാരായ സതി രംഗൻ, അഞ്ജു, KB കുടുംബശ്രീ അംഗങ്ങളായ പ്രമീള ദേവരാജൻ, വത്സല അശോകൻ എന്നിവർ സംസാരിച്ചു. വാർഡിലെ എല്ലാ വീടുകളിലേക്കും കണിവെള്ളരി വിത്ത് വിതരണം ചെയ്തിരുന്നു. ജൈവവളം മാത്രം ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ് എല്ലാവരും തെരഞ്ഞെടുത്തത്.
NREG വർക്കേഴ്സ് യൂണിയൻ വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരണവളവ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കൂലി കുടിശ്ശിക ഉടൻ നൽകുക, തൊഴിൽ ദിനം 200 ആക്കുക, വേതനം 600 രൂപയാക്കുക, തൊഴിൽ ദിനങ്ങൾ 10 കോടിയായി വർദ്ധിപ്പിക്കുക, അശാസ്ത്രീയമായ ജിയോ ഫെൻസിംഗ് നിർത്തലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ മാർച്ച് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും NREG വർക്കേഴ്സ് യൂണിയൻ നാട്ടിക ഏരിയ സെക്രട്ടറിയുമായ KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീന ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി ഹേമലത പ്രതാപൻ സംസാരിച്ചു. 56,000 കോടിയായിട്ട് ഓരോ വർഷവും കുറച്ചു വന്നിരിക്കുകയാണ്. 100 ദിവസം പണി കൊടുക്കണമെന്നാണ് തൊഴിലുറപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫോറത്തിൽ എഴുതി കൊടുത്തതും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 24 ദിവസത്തെ പോലും പണി കിട്ടുന്ന രീതിയിലേക്കല്ല പോകുന്നത്. തൃത്തല്ലൂർ വെസ്റ്റ് കടപ്പുറം LP സ്കൂളിൻ്റെ 100ാം വാർഷികം ഏപ്രിൽ 5-ന് ആഘോഷിക്കും. സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക VM ലേഖ, പാചക തൊഴിലാളി AK അമ്മിണി എന്നിവർക്കുള്ള യാത്രയപ്പും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും സ്നേഹാദരവും സ്നേഹവിരുന്നും ഫുഡ് ഫെസ്റ്റും നടക്കും. ചടങ്ങിൽ പണിക്കെട്ടി PB സുനിൽകുമാർ നവീകരിച്ച് നൽകുന്ന ഊണുമുറിയുടെയും തൃത്തല്ലൂർ വെസ്റ്റ് ഉത്സവ കമ്മിറ്റി നവീകരിച്ച് നൽകുന്ന സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെയും സമർപ്പണവും ഉണ്ടായിരിക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന പനക്കപ്പറമ്പിൽ അയ്യപ്പൻ സ്മാരക എൻഡോമെൻറ്റ്, സോമനാഥൻ ചാളിപ്പാട്ട് സ്മാരക കായിക അവാർഡ് എന്നിവയും വിതരണം ചെയ്യും. പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും മണലൂർ MLA മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്യും. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സജീഷ് ചാളിപ്പാട്ട് അധ്യക്ഷത വഹിക്കും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് സുവനീർ പ്രകാശനം ചെയ്യും. യാത്രയപ്പ് സമ്മേളനവും ഊണുമുറി സമർപ്പണവും തൃശൂർ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്യും. മുൻ MP TN പ്രതാപൻ വിരമിക്കുന്നവരെ ആദരിക്കും. വലപ്പാട് AEO KV അമ്പിളി മുഖ്യ അതിഥിയായി പങ്കെടുക്കും. സ്കൂൾ മാനേജർ ഡോക്ടർ PK അബ്ദുൾ റസാഖ് ഫോട്ടോ അനാച്ഛാദനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ നടക്കും. വാർത്താ സമ്മേളനത്തിൽ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ AT ഷെബീർ അലി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സജീഷ് CS, പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചെയർമാൻ ജയചന്ദ്രൻ KP, പ്രധാന അധ്യാപിക രശ്മി TS, PTA പ്രസിഡന്റ് അശ്വതി ഷാജി എന്നിവർ പങ്കെടുത്തു. എടത്തിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി PR ജോഷി അധ്യക്ഷത വഹിച്ചു. മുൻ MLA പ്രൊഫസർ KU അരുണൻ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, ലൈബ്രറി താലൂക്ക് കൗൺസിൽ അംഗം KG സുഖദേവ്, PC രവി, TN സിജിൽ, എടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ സജു, CA അനിൽകുമാർ, മണികണ്ഠലാൽ, ബേബി ശിവദാസൻ, TN തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. 50ഓളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഞാനിത് സൂചിപ്പിച്ചത് അന്നത് ആ കളി മാത്രം തന്നെയല്ല. അതുപോലെ തന്നെ കുറ്റിക്കോലും കളിക്കുക, അതുപോലെ മറ്റേ അരിഷ്കായ കുറ്റി കളിക്കുക, മറ്റൊരു ചിന്ത ആ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രത്യേകതയാണ് അതിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ അന്ന് നമ്മുടെ പ്രദേശത്തൊക്കെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി എടത്തിരുത്തി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കൂലി കുടിശ്ശിക ഉടൻ അനുവദിക്കുക, കൂലി 600 രൂപയാക്കി ഉയർത്തുക, തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക, NMS ജിയോ ഫെൻസിംഗ് പരിഷ്കാരങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KR ഹരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീദേവി ദിനേശ് അധ്യക്ഷയായി. സെക്രട്ടറി PH ബാബു, AV സതീഷ്, സുബൈദ അബ്ദുൽ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. 52.59 കോടി രൂപ തൃശൂർ ജില്ലയ്ക്കകത്തുള്ള തൊഴിലാളികൾക്ക് നൽകാൻ ബാക്കിയാണ്. ഇതിവിടെ ഒരു മൈക്ക് കെട്ടി വെറുതെ പ്രസംഗിക്കുന്നതല്ല. നമ്മളുടെ കയ്യിലുള്ള മൊബൈലിൽ NREGയുടെ ആ സൈറ്റിൽ പോയാൽ കൃത്യമായി അറിയാം നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് എത്ര കോടി രൂപ കുടിശ്ശികയുണ്ട്. ചന്ദ്രപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുമാർ എടത്തിരുത്തിയിലെ മികച്ച കർഷകനായ
പള്ളിപ്പറമ്പിൽ സിദ്ദിഖിൻ്റെയും മകൾ സന ഫാത്തിമയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന കൃഷിത്തോട്ടം സന്ദർശിച്ചു. SPC പ്രൊജക്ടിന്റെ ഭാഗമായാണ് കയ്പമംഗലം പോലീസിൻ്റെയും HSS ചന്ദ്രാപിനിയുടെയും നേതൃത്വത്തിൽ കൃഷിത്തോട്ടം സന്ദർശിച്ചത്. സിദ്ദിഖ് തൻ്റെ അയൽവാസിക്കായി ഒരുക്കുന്ന കൃഷിത്തോട്ടത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ SPC കേഡറ്റുകൾ പങ്കാളികളായി. പ്രധാനാധ്യാപകൻ KS കിരൺ, PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ, MPTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി, SPC CPO ബിജു മോഹൻ ബാബു, SPC ACPO VS നീതു, ഡ്രിൽ ഇൻസ്ട്രക്ടർ KR ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. തൃപ്രയാർ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിൽ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആഭരണങ്ങൾ ഇപ്പോൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. ഈ ആഘോഷവേളയിൽ 1 പവൻ സ്വർണം വാങ്ങുമ്പോൾ പട്ടുസാരി സമ്മാനമായി നേടാം. കൂടാതെ എല്ലാ പർച്ചേസിനും ഉറപ്പായി സമ്മാനങ്ങൾ. ഡയമണ്ടിനും 18 കാരറ്റിന്റെ ട്രെൻഡി കളക്ഷൻസിനും പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. 5 പവൻ മുതൽ തുടങ്ങുന്ന കല്യാണ സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, തൃപ്രയാർ ജംഗ്ഷൻ. ഈ ഫെസ്റ്റിവൽ സീസണിൽ 2 കാര്യം. ഒന്ന്, എമ്പുരാൻ കാണണം. കൂടാതെ വാടാനപ്പള്ളി സുധാ സിൽക്സിൽ നിന്നും വിലക്കുറവിൽ വാങ്ങണം. അറിഞ്ഞില്ലേ? വാടാനപ്പള്ളി സുധാസിൽ റംസാൻ, വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് അടിപൊളി ഫെസ്റ്റിവൽ മെഗാ സെയിൽ. മാനുഫാക്ചേഴ്സിൽ നിന്നും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് യഥാർത്ഥ വിലക്കുറവ് അനുഭവിച്ചറിയാം. വിചിത്ര സിൽക്ക് സ്റ്റോൺ വർക്ക് സാരി 199 രൂപ മുതൽ. സെറ്റ് സാരി സെറ്റുമുണ്ട് 299 രൂപ മുതൽ. ലേഡീസ് കുർത്തികൾ 199 രൂപ മുതൽ 2000 രൂപ വരെ. കോട്ടൺ ചുരിദാറുകൾ 599 രൂപ മുതൽ. പാർട്ടി വെയർ ചുരിദാറുകൾ 899 രൂപ മുതൽ 3000 രൂപ വരെ. 399 രൂപ മുതൽ 3000 രൂപ വരെയുള്ള ചുരിദാർ മെറ്റീരിയലുകൾ. കോട്ടൺ നൈറ്റുകൾ 149 രൂപ മുതൽ. ഗേൾസ് ഫ്രോക്കുകൾ 299 രൂപ മുതൽ. ടീനേജേഴ്സിനായി 20 ക്രോപ്പ് ടോപ്പുകളും ബാഗി പാന്റുകളും. മെൻസ് 20 ടീഷർട്ടുകളുടെയും ബ്രാൻഡഡ് ഷർട്ടുകളുടെയും ജീൻസുകളുടെയും അതിവിപുലമായ സെക്ഷൻ. അനുഭവിച്ചറിയും യഥാർത്ഥ വിലക്കുറവും ഗുണമേന്മയും. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. സുധാ സിൽക്സ്, വാടാനപ്പള്ളി. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. Manappuram Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ.
ഞങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക് തിരിച്ചു വരാം. എടത്തിരുത്തി നവകിരൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 2ാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റ് ഏപ്രിൽ 8 മുതൽ 12 വരെയുള്ള തീയതികളിൽ നടക്കും. ലഹരിക്കെതിരെ കായിക ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തവണ വോളിബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരള പോലീസ്, ഇന്ത്യൻ എയർഫോഴ്സ് ഡൽഹി, ഇന്ത്യൻ ആർമി ഡൽഹി, CISF റാഞ്ചി, കൊച്ചിൻ കസ്റ്റംസ്, ഇൻകം ടാക്സ് ചെന്നൈ എന്നീ ഡിപ്പാർട്ട്മെൻറ്റ് ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. മുൻ ഇന്ത്യൻ വോളിബോൾ താരവും അർജുന അവാർഡ് ജേതാവുമായ സിറിൽ സി വള്ളൂർ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യും. വിജയികൾക്ക് എലുവത്തിങ്കൽ വിൽസൺ മെമ്മോറിയൽ റോളിംഗ് ട്രോഫിയും മുനപ്പിൽ ശങ്കരനാരായണ മെമ്മോറിയൽ വിന്നേഴ്സ് സ്ഥിരം ട്രോഫിയും കുറ്റിപ്പറമ്പിൽ അപ്പുക്കുട്ടൻ ആൻഡ് വനജ അപ്പുക്കുട്ടൻ റണ്ണേഴ്സ് സ്ഥിരം ട്രോഫിയും സമ്മാനിക്കും. മത്സരങ്ങൾ 8 മണിക്ക് ആരംഭിക്കും. ക്ലബ് ഭാരവാഹികളായ MR പ്രശോഭിതൻ, PR അശോകൻ, MR സുനിൽകുമാർ, സാൽ ഭാസ്കർ, സതീഷ് കാട്ടൂർ, പ്രജോത് പണിക്കശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തളിക്കുളങ്ങര ശ്രീ പരദേവത നാഗത്താൻകാവിൽ പ്രതിഷ്ഠാ ദിനവും കളമെഴുത്ത് തോറ്റംപാട്ട് മഹോത്സവവും ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹവനം, മഹാസുദർശന ഹോമം, കലശപൂജ, മഠാധിപതികൾക്ക് പൂജ, മുത്തപ്പന് കളം, പ്രസാദോട്ട് എന്നിവ നടന്നു. വിഷ്ണുമായ കളം, എഴുന്നള്ളിപ്പ്, ദീപാരാധന, ദേവിക്ക് കളം, ഗുരുതി തർപ്പണം, നടയടയ്ക്കൽ സമാപനം എന്നിവയും നടന്നു. നടുവിൽക്കര ഒതളമരക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി കടങ്ങോട് മഴുപ്പക്കാട്ട് കളരിക്കൽ പ്രവീൺ തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ ഉഷപൂജ, നവകം, പഞ്ചഗവ്യശുദ്ധി, ഉച്ചപൂജ, പ്രസാദോട്ട് എന്നിവ നടന്നു. വൈകിട്ട് ദീപാരാധന, പുത്തില്ലത്ത് അമ്പലത്തിൽ നിന്ന് താലം എഴുന്നള്ളിപ്പ്, അത്താഴപൂജ, ഭഗവതിക്ക് കളം, ഗുരുതി സമർപ്പണം, കുടിയിരുത്തലും മേളവും നടന്നു. പ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് മഹാസുദർശന ഹോമവും കൈക്കൊട്ടിക്കളിയും ഉണ്ടായിരുന്നു.
കാഞ്ഞാണി വാലപ്പറമ്പിൽ ശ്രീ ഹനുമാൻ സേവ മഠപതി ക്ഷേത്രത്തിൽ ദീപാരാധന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹവനത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. കലശപൂജ, ഐക്യമത്യ സൂക്തജപം, നവകലശാഭിഷേകം, ഉഷപൂജ, ശ്രീബലി, ഉച്ചപൂജ എന്നിവ നടന്നു. വൈകിട്ട് 4 മണിക്ക് കൂട്ടി എഴുന്നള്ളിപ്പും നടന്നു. രാത്രി 7 മണിക്ക് നടന്ന ദീപാരാധനയിലും ഭജനയിലും നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പിൽ കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ശാന്തിമാരായ പ്രകാശൻ, ഉണ്ണിമോൻ എന്നിവർ ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിച്ചു. പഴങ്ങാപ്പറമ്പിൽ രാമചന്ദ്ര വാര്യർ മേളത്തിന് നേതൃത്വം നൽകി. കോന്നി, ചൈത്രം, അച്ചു തിടമ്പേറ്റി. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് VK സുരേഷ് ബാബു, സെക്രട്ടറി VB സുജിത്, ട്രഷറർ VM സുഗതൻ എന്നിവർ നേതൃത്വം നൽകി. കാഞ്ഞാണി വലിയപറമ്പിൽ ശ്രീ മുത്തപ്പൻകാവ് രുദ്രമാല ഭഗവതി ധർമ്മദൈവം മഹാക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും 13ാമത് തോറ്റ മഹോത്സവവും ആഘോഷിച്ചു. 2 ദിവസങ്ങളായി നടന്ന പരിപാടിയിൽ ആദ്യ ദിനം ഗുരുമുത്തപ്പൻ്റെ രൂപക്കളം, ചെറുമുത്തപ്പന് പത്മക്കളം, വിഷ്ണുമായ സ്വാമിക്കും കരിങ്കുട്ടി സ്വാമിക്കും രൂപക്കളവും എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. 2ാം ദിവസം രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹവനം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, പന്തീരടി പൂജ, വീരഭദ്രസ്വാമിക്ക് പത്മക്കളം, ഹനുമാൻ സ്വാമിക്ക് രൂപക്കളം എന്നിവ ഉണ്ടായിരുന്നു. വൈകിട്ട് തൃക്കുന്നത്ത് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പും, പന്തീരാഴി, അത്താഴപൂജ, പൂമൂടൽ, ദീപാരാധന, ഭഗവതിയുടെ രൂപക്കളം, വടക്കുംവാതുക്കൽ ഗുരുതി, മംഗളപൂജ, ആരതി, കുടിയിരുത്തൽ എന്നിവയും നടന്നു. പ്രസിഡന്റ് VS കുട്ടൻ, സെക്രട്ടറി രാജീവ് എറവക്കാട്, ട്രഷറർ VV വിപിൻ, മണി പൂങ്കുന്നം, മണി ബാലൻ ചാലക്കുടി, സിനോജ് മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. ആലപ്പാട് പൊരുമ്പുംകാട്ടിൽ ശ്രീ രുദ്രമാല ഭഗവതി വിഷ്ണുമായ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും തോറ്റമാട്ട് മഹോത്സവവും ആഘോഷിച്ചു. പുലർച്ചെ അഷ്ടദ്രവ്യ സമേതം ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം എന്നിവ നടന്നു. ശേഷം വിഷ്ണുമായയ്ക്ക് രൂപക്കളം, തുടർന്ന് പ്രസാദോട്ട് എന്നിവ നടന്നു. വൈകിട്ട് ദീപാരാധന, തായമ്പക, അത്താഴപൂജ, ശേഷം ദേവിയുടെ രൂപക്കളം എഴുന്നള്ളിപ്പ്, പുലർച്ചെ ഗുരുതി തർപ്പണം, നട അടയ്ക്കലോടുകൂടി പ്രതിഷ്ഠാദിന മഹോത്സവത്തിനും തോറ്റമ്പാട്ട് മഹോത്സവത്തിനും സമാപനം കുറിച്ചു. ക്ഷേത്രം തന്ത്രി PD വേണുശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ സുനിൽ, ബേബി ശിവൻ, ലോഹിതാക്ഷൻ, ദിലീപ്, സജീവ്, സ്മിത സുരേഷ്, ബാബു, ബാലചന്ദ്രൻ, ദീപക് എന്നിവർ നേതൃത്വം വഹിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ തിരുവാതിരക്കളിയും അരങ്ങേറി.
കളമുറയാം ദേവിയേ നാട്ടിക വെസ്റ്റ് KUP സ്കൂളിൽ നടക്കുന്ന സമ്മർ പാരഡൈസ് ക്യാമ്പ് ടീച്ചർ ട്രെയിനറും റേഡിയോ ജോക്കിയുമായ VR രൂപേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സജിനി മുരളി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്കൂൾ മാനേജർ EK തോമസ്, പ്രധാനാധ്യാപിക CG ജെന്നി, ജോഫി എന്നിവർ സംസാരിച്ചു. ആദ്യ ദിനത്തിൽ രൂപേഷ് നയിച്ച AI വർക്ക്ഷോപ്പ് കുട്ടികൾക്ക് പുതുമ നിറഞ്ഞ ഒരു അനുഭവം നൽകി. പേപ്പർ ക്രാഫ്റ്റ്, സംഗീതം, നൃത്ത ക്ലാസുകൾ എന്നിവ കുട്ടികൾക്കായി ഒരുക്കിയിരുന്നു. 3 ദിവസങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 80ഓളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഈ വിരലാണ് പിടിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എന്റെ കൈയുടെ ഓറിയന്റേഷൻ ആകെ മാറ്റിക്കളയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടാണ് പിന്നെ ചെയ്യുന്നത്. ഓക്കെ, അവിടെയാണ് അതിന്റെ ട്രിക്ക് വരുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനെ പിടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ തിരിക്കാനോ മറിക്കാനോ ഒന്നും കഴിയും. ഓക്കെ, ഞാനൊരു ചെറിയ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാൻ പോകാം. തിരിഞ്ഞു നോക്കും. ഈ ചിഹ്നം എല്ലാവരും കണ്ടോ? ഈ ഒരു വട്ടം, ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു റെയിൻബോ പോലുള്ള വട്ടം കണ്ടോ? അതിന്റെ ഒരാൾ എഴുന്നേറ്റിട്ട് അത് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക കൈ ഉയർത്തിട്ട് പറയാം. KJU സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കാഞ്ഞാണിയിൽ പതാക ദിനാചരണം നടത്തി. പാവറട്ടി അന്തിക്കാട് മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പതാക ദിനാചരണം സംഘടിപ്പിച്ചത്. മേഖലാ പ്രസിഡന്റ് അബ്ബാസ് വീരാവുണ്ണി യൂണിയൻ പതാക ഉയർത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിജോയ് പെരുമാട്ടിൽ, സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് വാവേലി, മേഖലാ സെക്രട്ടറി അഫ്സൽ പാടൂർ, ട്രഷറർ TS സജി, KS ശശിധരൻ, ബിജോ ജോർജ്, സുബ്രൻ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 10, 11, 12 തീയതികളിൽ തിരുവനന്തപുരത്താണ് KJU സംസ്ഥാന സമ്മേളനം നടക്കുക. എഴുതിയ കഥ സിനിമ ചെയ്യാനായി പണം കണ്ടെത്താൻ ഒറ്റയാൾ തെരുവ് നാടകവുമായി സംവിധായകൻ അന്തിക്കാട് റഷീദ് തെരുവിലേക്ക് ഇറങ്ങുന്നു. നല്ലൊരു സിനിമ സംവിധാനം ചെയ്ത് പുറത്തിറക്കാൻ 16 വർഷമായി കഥ എഴുതി കാത്തിരിക്കുകയാണ് റഷീദ്. സിനിമ നിർമ്മിക്കാൻ പല നിർമ്മാതാക്കളെയും സമീപിച്ചെങ്കിലും പടം നിർമ്മിക്കാൻ ആരും തയ്യാറായില്ല. ദീർഘകാലത്തെ സ്വപ്നമായിരുന്നു എഴുതിയ കഥയിൽ സിനിമ സംവിധാനം ചെയ്ത് പുറത്ത് ഇറക്കുക എന്നത്. സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ലക്ഷ്യത്തിലാണ് സിനിമ നിർമ്മിക്കാൻ പണം കണ്ടെത്താൻ ഒറ്റയാൾ തെരുവ് നാടകവുമായി ഇറങ്ങുന്നതെന്ന് റഷീദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 8ഓളം ദൃശ്യാവിഷ്കരണത്തിലാണ് നാടകം അവതരിപ്പിക്കുക. തിരുവനന്തപുരം മുതൽ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലെയും വിവിധ കേന്ദ്രങ്ങളിൽ നാടകം അവതരിപ്പിക്കും. ചുരുങ്ങിയത് 18 ലക്ഷം രൂപയാണ് സിനിമയുടെ നിർമ്മാണ ചെലവ് വരിക. കൂപ്പണിലൂടെയാണ് പണം സ്വരൂപിക്കുക. ദിവസം 20ഓളം കേന്ദ്രങ്ങളിൽ നാടകം അവതരിപ്പിക്കും. 3 മാസം കൊണ്ട് പണം സ്വരൂപിച്ച് ജനകീയ സിനിമ പുറത്തിറക്കാനാണ് തീരുമാനം. സിനിമ കളിച്ച് കിട്ടുന്ന ലാഭവിഹിതം കൊണ്ട് 3 അനാഥരായ മക്കളുടെ വിവാഹം നടത്തിക്കൊടുക്കാനാണ് ആഗ്രഹം. ഈ മാസം 6 വൈകിട്ട് 4:30 തൃശൂർ പുതിയ മുനിസിപ്പൽ ബസ് സ്റ്റോപ്പിന് മുൻവശത്തെ EMS സ്ക്വയറിൽ മന്ത്രി K രാജൻ തെരുവ് നാടകം ഉദ്ഘാടനം ചെയ്യും. നടൻ ശിവജി ഗുരുവായൂർ അടക്കം പ്രമുഖർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ റഷീദിൻ്റെ മകനും എഡിറ്ററും ക്യാമറാമാനുമായ AR അൻസാർ, RM നൌഷാദ് എന്നിവരും പങ്കെടുത്തു. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നാടക വീട് അന്തിക്കാട് എന്ന ഗ്രാമീണ നാടക സംഘം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാലോകം വെയ് രാജാ വെയ് അരങ്ങിലെത്തുന്നു. ജെയിംസ് ഏലിയ രചിച്ച് ഷൈജു അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന നാടകത്തിൽ 31 കലാകാരന്മാർ 40ഓളം വേഷങ്ങളിൽ അരങ്ങിലെത്തും. നാട്ടിൽ ലഹരിയിൽ വഴുതി വീഴുന്ന കൗമാര മനസ്സുകളെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം കൂടിയാണ് ഈ നാടക കൂട്ടായ്മ. 2.5 മാസത്തോളം ക്യാമ്പ് ചെയ്ത് പരിശീലിച്ചാണ് നാടകം അരങ്ങിലെത്തിക്കുന്നത്. ഏപ്രിൽ 5, 6 ദിവസങ്ങളിൽ വൈകിട്ട് 6:30 അന്തിക്കാട് ഹൈസ്കൂൾ അങ്കണത്തിൽ നാടകം അരങ്ങേറും. സിനിമാ സംവിധായകൻ കമൽ നാടക പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. സംവിധായകൻ സത്യൻ അന്തിക്കാട് മുഖ്യ അതിഥിയാകും. CC മുകുന്ദൻ MLA, PK രമേശൻ, പ്രിയനന്ദൻ,
സി രാവുണ്ണി, സജീവൻ അന്തിക്കാട്, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ഷൈജു അന്തിക്കാട്, VD പ്രേം പ്രസാദ്, RA അബ്ദുൽ ഹക്കീം എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. അന്തിക്കാട്ടെ സമകാലിക നാടക പ്രതിഭകൾക്കൊപ്പം പുതുതലമുറയും അരങ്ങിലെത്തുന്നു എന്നതാണ് ഈ നാടക കൂട്ടായ്മയുടെ പ്രത്യേകത. സംവിധായകൻ ഷൈജു അന്തിക്കാട്, AV ശ്രീവത്സൻ, AK അഭിലാഷ്, KR രബീഷ്, KV രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു 1.5 മണിക്കൂറുള്ള നാടകമാണ് വെയ്രാജ വെയ് എന്ന് പറഞ്ഞ നാടകം. ബഷീറിൻ്റെ കഥാപാത്രങ്ങൾ എന്നും പ്രസക്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏത് സമയത്തും സമകാലികമായി നിൽക്കാവുന്ന കഥാപാത്രങ്ങളാണ്. ഈ സമയത്തും ബഷീർ ചോദിച്ച 54 ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ഇപ്പോഴും പ്രസക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നാടകം നമ്മൾ ചെയ്യുന്നത്. ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിനേക്കാൾ കുറേ കൂടെ മോശമായ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള സത്യമുണ്ട്. ഏത് സമയവും നമ്മളിലേക്ക് വന്ന് ആക്രമിക്കപ്പെടാവുന്ന വംശീയവും വർഗീയതയൊക്കെ നമ്മുടെ തൊലിപ്പുറത്ത് തന്നെ നിൽപ്പുണ്ട് എന്ന് പറയാം. നമ്മളത് ഇപ്പോൾ വഴങ്ങിയിട്ടില്ല എന്നുള്ളത്, പക്ഷേ സദാസമയം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ നാടകം. അത് അന്തിക്കാടാണ്. പുരോഗമന കലാസാഹിത്യ സംഘം അന്തിക്കാട് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു നാടക സംഘം രൂപീകരിച്ച് ഞങ്ങളൊരു പ്രവർത്തനം ആരംഭിച്ച് ഒരു നാടകം തയ്യാറാക്കിയിരിക്കുകയാണ്. ആ നാടകത്തിൻ്റെ പ്രദർശനമാണ് ഏപ്രിൽ മാസം 5, 6 തീയതികളിൽ വെയ്രാജ വെയ് നാടക ദിനങ്ങൾ എന്ന പേരിൽ അന്തിക്കാട് ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭക്തമനസ്സുകൾക്ക് ആഹ്ലാദമേകി തേവർ സ്വർണ്ണക്കോലത്തിൽ തട്ടകത്തിലേക്ക് എഴുന്നള്ളി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം ബ്ലോക്ക് തല പ്രഖ്യാപനം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ സമരം നടത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.